രജനി, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കണ്ട ഒരു കാര്യമാണ് വധൂവരന്മാരുടെ മേൽവിലാസവും മറ്റുമായി ഒരു റേഷൻ കാർഡ്. കല്യാണത്തിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് എത്തുന്ന അതിഥിക്ക് വേണ്ടി റേഷൻ കാർഡിൽ പേര് ചേർത്തോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മളുടെ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ അതിന് പിന്നിലുള്ള കഥ നമുക്ക് അറിയേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. സംഭവം എന്തെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ പിടികിട്ടി കാണും. അതുതന്നെ റേഷൻ കാർഡിന്റെ മോഡലിലുള്ള കല്യാണക്കുറി. ഏനാത്ത് സ്വദേശി ജ്യോതിഷാർ പിള്ളയുടേതാണ് ഈ വ്യത്യസ്ത കല്യാണക്കുറി. റേഷൻ കട ഉടമകളാണ് അംബികയും മകൻ ജ്യോതിഷും. ഫെബ്രുവരി 2-ന് ജ്യോതിഷിന്റെ വിവാഹമാണ്. പരിചയക്കാരെയെല്ലാം ക്ഷണിക്കണം. ചുമ്മാ അങ്ങ് ക്ഷണിച്ചാ പോരാ, എന്തെങ്കിലും വെറൈറ്റി വേണം. ആ ഒരു ചിന്തയാണ് റേഷൻ കാർഡ് മോഡലിൽ കല്യാണക്കുറി അടിക്കാൻ പ്രേരകമായത്. പിന്നെ നമുക്ക് വർഷങ്ങളായിട്ട് റേഷൻ കടയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാർഡ് ചെയ്തുകൂടാന്നൊരു ചിന്ത വന്നു, അങ്ങനെ ചെയ്തു. അപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം വേണമെന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുള്ള ചിന്ത. പിന്നെ കല്യാണക്കുറി കൈ കിട്ടുമ്പോഴാണ് അറിയുന്നത് കല്യാണക്കുറിയാണെന്നുള്ള കാര്യം. വർഷങ്ങളായി റേഷൻ കട നടത്തുകയാണ് അംബികയും കുടുംബവും. അതുകൊണ്ട് തന്നെ മകൻ ഈ ആശയം പറഞ്ഞപ്പോൾ വീട്ടുകാർക്കും സന്തോഷം. അപ്പം മോൻ പറഞ്ഞു, ഇതുപോലെ നമുക്ക് റേഷൻ കാർഡ് ഇല്ലയോ, നമുക്ക് റേഷൻ കാർഡ് മോഡലിലുള്ള ഒരു കുറി അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അളിയനോട് പറഞ്ഞു. അന്നേരം അളിയനും പെങ്ങളും എല്ലാരും പറഞ്ഞു, അത് നമുക്ക് എന്നാ വെറൈറ്റി ഒരു കുറി അടിക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടൊരു കുറി അടിച്ചു. ജ്യോതിഷിന്റെ റേഷൻ കാർഡ് മോഡൽ കല്യാണക്കുറിയാണ് ഇപ്പോൾ നാട്ടിലെന്തായാലും സംസാര വിഷയം. ജനം, പത്തനംതിട്ട. എന്തായാലും റേഷൻ കടയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുക്കിയ ഒരു ആശയമാണെങ്കിൽ പോലും വളരെ ഹിറ്റായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ വെറൈറ്റികളായിട്ട് ഈ കല്യാണക്കുറികളൊക്കെ വരാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വില്ലേജ് ഓഫീസിന്റെ പേപ്പറിൽ കിട്ടുന്ന ഒരു കല്യാണക്കുറി. പക്ഷേ റേഷൻ കാർഡ് ഏതാണ്, മറ്റ് രേഖകൾ ഏതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്.